നമസ്കാരം സാർ. നമസ്തേ. എന്തിനാ? ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ സത്യവാങ്മൂലം രണ്ടാം പിണറായി സർക്കാർ എന്തിനാണ് മാറ്റുന്നത്? സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട എന്ന തരത്തിൽ എന്തിനാണ് പുതിയ സത്യവാങ്മൂലം ഇപ്പോൾ സുപ്രീം കോടതി സമർപ്പിക്കാൻ പോകുന്നത്? അതിനെപ്പറ്റി എന്താണ് സാർ പറയാനുള്ളത്? സത്യവാങ്മൂലം ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ശനിയാഴ്ചയല്ലേ, ഒരുപക്ഷെ തിങ്കളാഴ്ച വല്ലതായിരിക്കും അവിടെ ഫയൽ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ വളരെ ആശയപരം ഐഡിയോളജിക്കൽ ഷിഫ്റ്റാണ് ഇതിനകത്തുണ്ടാകുന്നത്. ഞാനത് കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നതിൻ്റെ പേര് മാറ്റാൻ സമയമായി. അതിനെ കറപ്ഷൻ പാർട്ടി ഓഫ് ഇന്ത്യ വിത്തിൻ ബ്രാക്കറ്റ് മാഫിയ എന്നാക്കി പുനർനാമകരണം ചെയ്യേണ്ട കാലമായി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഴിമതിയും മാഫിയ പ്രവർത്തനവുമാണ് പാർട്ടിയുടെ പ്രവർത്തന രംഗങ്ങൾ. അത് ലാവ്ലിൻ കേസാണ്, ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് കേസാണ്, സ്വപ്ന സുരേഷിനെ കൂട്ടുകിടക്കാൻ ക്ഷണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ കുറിച്ചുള്ള കേസാണ്, സരിതയ്ക്ക് പണം കൊടുത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ലൈംഗിക അപവാദ കേസാണ്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഡേറ്റ വിറ്റു എന്ന കേസാണ്, ശബരിമലയിലെ സ്വർണം കൊള്ള കേസാണ്, കരിമണൽ കർത്താവെന്ന മുതലാളിയിൽ നിന്ന് ചെയ്യാത്ത ജോലിക്ക് കോടിക്കണക്കിന് പണം കൈപ്പറ്റിയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസാണ്, സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതിന്റെ കേസാണ്, രക്തസാക്ഷി ഫണ്ട് പോലും അടിച്ചു മാറ്റിയ കേസാണ്, അത് പുറത്തു പറഞ്ഞവന്റെ വീട്ടിന് മുന്നിൽ റീത്ത് വച്ചതിന്റെ കേസാണ്, രാഷ്ട്രീയ എതിരാളിയെ 51 വെട്ടി കൊന്നതിന്റെ കേസാണ്, പ്രതികളായവരെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ കേസാണ്, അഴിമതി നടത്താത്ത സഖാക്കളെയൊക്കെ തഴയുന്ന പാർട്ടിയുടെ കഥയാണ്, പഠിപ്പും വിവരമില്ലാത്തവരെ പാർട്ടി സെക്രട്ടറി ആക്കുന്നതിന്റെ കഥയാണ്, പാർട്ടിയിലെ കുടുംബവാഴ്ചയുടെ കഥയാണ്. അതുപോലുള്ള കഥകളും കേസുകളും തുടരുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നടന്നു വരുന്ന നാടകത്തിന്റെ കഥ. ഭരണഘടനയുടെ ലംഘനം നടത്തിക്കൊണ്ട് മതം മയക്കുമരുന്നാണെന്ന് പറഞ്ഞ് കാൾ മാർക്സിനെ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊരു രാഷ്ട്രീയവും തങ്ങൾക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാമതും ഒരു തവണ കൂടി കേരളം കട്ടുമുടിക്കാൻ അവസരം തരണമേ എന്ന് മലയാളിയോട് അപേക്ഷിക്കുന്ന കറപ്ഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കഥ. ഇതിനുവേണ്ടി തയ്യാറാക്കിയ PR എക്സസൈസ് ആണ് വഴിനീള ഫ്ലക്സ് ബോർഡായും KSRTC ബസ്സുകൾക്ക് പുറത്തൊട്ടിച്ച മെഗാ സ്റ്റിക്കറായും നമ്മളെ നോക്കി പരിഹസിക്കുന്നത്. പിണറായി വിജയനെ സൗമ്യ മുഖമുള്ളവനാക്കി മാറ്റാൻ മോഹൻലാൽ എന്ന പ്ലാസ്റ്റിക് സർജൻ നടത്തിയ പരാജയപ്പെട്ട സർജറിക്കും ശേഷം കറപ്ഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുടെ ഏറ്റവും പുതിയ രാഷ്ട്രീയ നാടകമാണ് ഭക്തിപൂർവം ബാലെ. ഈ നാടകത്തിന്റെ റിഹേഴ്സലുകൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നടന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അന്ന് സ്ക്രിപ്റ്റിന്റെ ഫൈനൽ രൂപം ആയിരുന്നില്ല. അതുകൊണ്ടാണ് റിഹേഴ്സൽ കണ്ടുകൊണ്ടിരുന്ന മലയാളികൾക്ക് നാടകത്തിന്റെ ലക്ഷ്യവും സന്ദേശവും എന്താണെന്ന് മനസ്സിലാകാതെ പോയത്. എന്നാൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഫൈനലായി. ആദ്യത്തെ രംഗത്തിൽ തന്നെ ക്ലൈമാക്സ്. അതാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് വന്ന് നിൽക്കുമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഈ തുടക്കം. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ആചാര സംരക്ഷണത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ തീരുമാനിച്ചത്രേ. ഇതിനു മുന്നോടിയായി കറപ്ഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാഫിയയുടെ സംസ്ഥാന കമ്മിറ്റി അഭിനവ കാൾ മാർക്സ് MV ഗോവിന്ദൻ എന്ന ഡ്രിൽ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് കൂടിയത്രേ. അതിനെ തുടർന്ന് പിണറായി ആൻഡ് കമ്പനി എന്ന സംസ്ഥാന മന്ത്രിസഭ യോഗം ചേർന്നത്രേ. എന്ത് സംസ്ഥാന കമ്മിറ്റി, എന്ത് മന്ത്രിസഭാ യോഗം? പിണറായി മുതലാളി പറയും, കുട്ടി സഖാക്കൾ കീ ജയ് വിളിക്കും. അതിനപ്പുറം ഒരു സംസ്ഥാന കമ്മിറ്റിയുമില്ല, ഒരു മന്ത്രിസഭാ യോഗവുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വിശ്വാസികളെ എതിർപക്ഷത്താക്കുന്ന ഒരു തീരുമാനവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണത്രേ മാഫിയ പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. പാർട്ടിയും സർക്കാരും ഒരു കാര്യം മറന്നുപോയി. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ച് വന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇതേ വിശ്വാസികളുടെ നാട്ടിലാണ് മതം മയക്കുമരുന്നാണെന്ന് പറഞ്ഞ പാർട്ടിയെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചത് 1957. അതിനേക്കാൾ പ്രധാനം മറ്റൊരു കാര്യമാണ്. സർക്കാർ ഭരണഘടനയുടെ തത്വങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഒരു പൗരനേക്കാൾ ആ ഉത്തരവാദിത്വം മന്ത്രിമാർക്കും സർക്കാരിനും കൂടുതലാണ്. കാരണം
ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താണ് മന്ത്രിമാർ അധികാരത്തിലെത്തുന്നത്. വെറുതെയെങ്കിലും മന്ത്രിസഭയിലെ ആരെങ്കിലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 25, 26 എന്നിവ ഒന്ന് വായിച്ചു നോക്കണം. എഴുത്തും വായനയും ശീലമുള്ള സഖാക്കൾ പാർട്ടിയിൽ അന്യം നിന്നുപോയി എന്ന കാര്യം അറിയാതെയല്ല ഇത് പറയുന്നത്, ഒരു കൺസേൺ കൊണ്ട് മാത്രം. VS സർക്കാരിന്റെ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്ന രീതിയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് ശബരിമല സ്ത്രീ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഒരു മതവിശ്വാസിക്ക് ചേർന്ന രീതിയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആകാം എന്ന് സത്യവാങ്മൂലം കൊടുത്തു. കാരണം എല്ലാ മതങ്ങളും പുരുഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ പുരുഷ സമൂഹത്തിന് വേണ്ടി പുരുഷ പുരോഹിതന്മാർ മതഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്കെതിരെ സംസാരിക്കും. സ്ത്രീകൾ പൂജാരികളായ എത്ര ക്ഷേത്രങ്ങളുണ്ട്? ദേവീ ക്ഷേത്രങ്ങളിലും പൂജാകർമ്മം നടത്തുന്ന പുരുഷൻ തന്നെ. എത്ര ആൾത്താരയിലാണ് ക്രിസ്ത്യൻ സ്ത്രീ പുരോഹിതർ കയറി നിൽക്കുന്നത്, ബലിയർപ്പിക്കുന്നത്? എത്ര പള്ളികളിലാണ് മുസ്ലിം വനിതകൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്? ഉമ്മൻചാണ്ടിക്ക് ശേഷം വന്ന ആദ്യ പിണറായി സർക്കാർ VS സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം, അതായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം തടയരുത് എന്ന സത്യവാങ്മൂലം അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഉടനെയായിരുന്നു. വിശ്വാസികളെ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. 2018 സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള 1965 കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് റൂൾസിന്റെ 3B ചട്ടം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 21 സബ്സെക്ഷൻ 1, 26 എന്നിവയുടെ വയലേഷൻ ആണെന്ന് കണ്ടെത്തി റദ്ദു ചെയ്തു. 4 പേർ സ്ത്രീ പ്രവേശനം തടയുന്നതിനെതിരെ വിധിന്യായം എഴുതിയപ്പോൾ ഒരു ജഡ്ജി സ്ത്രീ പ്രവേശനം തടയുന്നതിനെ അനുകൂലിച്ച് വിധി എഴുതി. അങ്ങനെ 4-1 ആണ് ജഡ്ജ്മെന്റ്. ആ സ്ത്രീ പ്രവേശനം തടയുന്നതിനെ അനുകൂലിച്ച് വിധി എഴുതിയ ആ ഒരു ജഡ്ജി ഇന്ദിരാ മൽഹോത്ര എന്ന വനിതയായിരുന്നു എന്നത് ഒരു ഐറണി, അത്ര തന്നെ. സുപ്രീം കോടതിയുടെ ആ വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു മതത്തിനും ജാതിക്കും അപ്പുറം രാഷ്ട്രീയമോ രാഷ്ട്രമോ ഇല്ലാത്ത BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അതിനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വിശേഷിപ്പിച്ചതും സ്ത്രീ പ്രവേശനത്തിനെതിരെ ചാവേറുകളെ അണിനിരത്തിയതും. എന്നാൽ സ്ത്രീകൾ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ സമരം നയിച്ചതിന്റെ ക്രെഡിറ്റ് NSSലെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. നായർ സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചു വന്ന മാട്രിലീനിയൽ സിസ്റ്റം വഴിയുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും നിർത്തലാക്കി നായർ സ്ത്രീകളെ നായർ പുരുഷന്മാരുടെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റിയ മന്നത്ത് പത്മനാഭന്റെ NSSൽ നിന്ന് അത്തരമൊരു സ്ത്രീ വിരുദ്ധത വന്നതിൽ അത്ഭുതമില്ല. എന്നാൽ പകുതി മനസ്സോടെ ഈ വിഷയം കൈകാര്യം ചെയ്ത പിണറായി സർക്കാർ അതിന്റെ 2ാം ഊഴത്തിൽ മനസ്സ് തുറന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, സ്ത്രീകൾ പുരുഷന് തുല്യരല്ല, അവർ പുരുഷന്റെ അമ്മയോ ഭാര്യയോ സഹോദരിയോ പുത്രിയോ മാത്രമായാൽ മതി. അങ്ങനെ അടങ്ങി ഒതുങ്ങി നിന്നാൽ MV ഗോവിന്ദന്റെ സീറ്റ് ഭാര്യ PK ശ്യാമളയ്ക്ക് കിട്ടിയതുപോലെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാതെ സ്വന്തം നിലയിൽ ശബ്ദിച്ചാൽ ശൈലജ ടീച്ചറെ പോലെ എടുത്ത് അമ്മാനമാടും. ഈ ചിന്താഗതിയുടെ തുടർച്ചയാണ് കറപ്ഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാഫിയ എന്ന് പുനർനാമകരണം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. സ്ത്രീകൾ വെറും ഭോഗവസ്തുക്കളാണ്. ഭോഗവസ്തുക്കളായ സ്ത്രീകളെ കണ്ടാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ബ്രഹ്മചര്യം ഒലിച്ചു പോകും എന്ന തന്ത്രികുലത്തിന്റെ മന്ത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ന് മതം മയക്കുമരുന്നാണ് എന്ന കാൾ മാർക്സിന്റെ അഭിപ്രായത്തെക്കാൾ സ്വീകാര്യം. കാറൽ മാർക്സ് പോയി തൊലയട്ടെ, തന്ത്രി കുടുംബം ജയിക്കട്ടെ.